ഇതാ നോക്കൂ, ചപ്പാത്തി മേക്കർ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. ഇതാ ഇത് വലുതായ കണ്ടാ നല്ലത്. കാണുന്ന തോന്നുന്നു. ശ്വാസം വലിച്ച് ചപ്പാത്തി പരത്തി ചുടുന്നുണ്ട്. ഷേപ്പ് ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, ചപ്പാത്തി മേക്കർ. ഇതാ ചപ്പാത്തി ചുട്ട് വെച്ചിരിക്കുന്ന ചപ്പാത്തി കാണിച്ചിട്ടേ. ഇതാ വെളിച്ചം കുറച്ച് കുറവാണ്. നമുക്കിത് പറഞ്ഞ് കൊണ്ടുപോകാം കേട്ടോ. ഇതൊക്കെ എടുത്തു ഞാൻ ഈ ബോക്സൊക്കെ വെളിയിൽ. എന്തായാലും കല്യാണം കഴിഞ്ഞ് പോവാണ്. പിന്നെ ഇപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് കാര്യം? ഇതാ ചെക്കനവിടെ ഇല്ല കേൾക്കാൻ. ഇതിൻ്റെ അടിയിലും ചൂടും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി എന്താണ്? അതാ കരിയണേ. വേഗെടുക്ക്. എന്താണെന്ന് ഇത് കണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അണ്ണാൻ കുഞ്ഞ് നോൺ വെജ് കഴിക്കുന്നത് ഇവിടെ ഉള്ളതാ. നമ്മുടെ കുഞ്ഞുമണി നോക്കൂ. കുട്ടിമണി ആ ഭാഗത്തേക്ക് പോവില്ല. കുഞ്ഞുമണി ആൾ ശരിയില്ല. കുഞ്ഞുമണി ഇതാ ഏതോ നോൺ വെജ് ഇതിൽ പിറന്നതാണെന്ന് തോന്നുന്നു. കണ്ടാ നോക്കണു, പറയുമ്പോൾ നോക്കണു. കണ്ടാ മുട്ട തിന്നോ? അയ്യയ്യാ, നോൺ വെജ് കഴിക്കാൻ പാടില്ലല്ലോ. എങ്ങനെ കഴിക്കുന്ന നോൺ വെജ്? അത് രസിച്ച് കഴിക്കുന്നതാ. മുട്ട കഴിക്കണ കുഞ്ഞിമണി പറയുമ്പോൾ എത്തുന്ന പറഞ്ഞാൽ തോടെങ്ങാനും വായിൻ്റെ ഉള്ളിൽ പോയി കൊടുക്കാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് വേണ്ട. ആർക്കെങ്കിലും വേണോ നോൺ വെജ് കഴിക്കുന്ന കുഞ്ഞിമണീനെ? ഞങ്ങളുടെ കുട്ടിമണിയൊന്നും കഴിക്കില്ലപ്പാ. ഇത് നോൺ വെജ് കഴിക്കുന്നു. നോൺ വെജ് കഴിക്കുന്ന കുഞ്ഞിമാനെ എത്തി നോക്കുന്ന കുഞ്ഞിമാനെ. സഞ്ജുവിന് വെച്ചിരിക്കുന്ന മുട്ടയെടുത്ത് കട്ട് കഴിക്കുന്ന കുഞ്ഞിമാണി എവിടുന്ന് കിട്ടി? നോക്ക്, അത് ഫുള്ള് അതാ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് നോക്ക്. നോക്ക്, മുട്ട പകുതി കഴിച്ചു. അതാ മഹാറാണി കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ദാ മുട്ട കട്ട് കഴിക്കുന്ന കുഞ്ഞുമാണി സഞ്ജുവിന് വെച്ചിരിക്കുന്ന മുട്ട അടുക്കളയിൽ പോയി കട്ട് കഴിക്കുകയായിരുന്നു. ആ സീൻ എടുക്കാൻ ഞാൻ വിട്ടുപോയി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അണ്ണാൻ കുഞ്ഞ് നോൺ വെജ് കഴിക്കുന്നത്? ഇവനാൾ ശരിയല്ലല്ലോ. ഇവനല്ലത്, ഇവളാണെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്നാലും അറിയത്തില്ല. മുട്ട കഴിക്കുന്നേ ഇവിടെ നോക്കേ. മുട്ട കഴിക്കാം. ഇവിടെ പിടി ഇങ്ങോട്ട് ചാടുന്നത്. അവിടെ വിടടിയേനെ നോക്ക്. മുട്ട കഴിക്കണുണ്ടോ? മുട്ട കഴിക്കാൻ പാടാന്നെ. നോൺ വെജ് അല്ലേ? നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞ നോൺ വെജ് കഴിക്കാം. ഇവിടെ നോക്കേ. ഇവിടെ വാ. മുട്ട കഴിക്കാൻ കണ്ട പ്രായം. ആ ഒരു മുട്ടേനെ വേസ്റ്റാക്കി. ഇനി ആരും കഴിക്കില്ല. സഞ്ജു രാവിലെ കഴിക്കാതെ മുട്ടയാണ് കേട്ടോ അത്. മുട്ട കഴിയോ കുഞ്ഞുമണേ? പിടി വെള്ളിച്ചടത് ബട്ടൊക്കെ അന്നേരം ഇങ്ങനൊക്കെ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പിയിരിക്കുന്നത്. എടുത്തിട്ട് പോ. കണ്ട മുട്ട കഴിക്കണ കുഞ്ഞുമാണി പറയുമ്പോൾ രോഷം വരുന്നു അതിന്. നോൺ വെജ് ആണ് കഴിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, വെജ് കഴിക്കുക. നോൺ വെജ് കഴിക്കണ അണ്ണാൻ കുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇത് തിരിച്ചു കടിക്കാത്ത എല്ലാത്തിനെയും കടിക്കുന്ന തോന്നുന്നത്. ആണാ എന്താ വിറയ്ക്കണ്? നോൺ വെജ് കഴിച്ചപ്പോൾ വിറയ്ക്കണു. അതാ ഇങ്ങോട്ട് പഠിച്ചാലോ എടുപ്പിടിയാനെ. കാതോർക്ക് നോക്ക്. നല്ല പോലെ കാതോർക്കാൻ അറിയാം. വെറുതെ ഇരുന്ന് എന്താവ? നോൺ വെജ് കഴിക്കാൻ പോവേ? അമ്പട പുളിസ. അതിനെ അവിടെ വിടും മീനോ. ഉടനെ അവളെ അതിനെ കയ്യിലെടുക്കും. പറയുമ്പോൾ നല്ല രോഷം വരുന്നുണ്ട്. അവിടെയൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടി കിട്ടുന്ന നോക്കിയോ. നീ വിടിയ മീൻ എടുത്ത് കഴിച്ചോളൂ.
എടുത്തു കൊടുക്കുക കഴിക്കട്ടെ. കഴിക്കുന്നത് നമ്മളെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വെജ് കഴിക്കരുതെന്ന് പറയുന്ന എല്ലാവരും വെജും നോൺ വെജും കഴിക്കുമെന്ന് മനസ്സിലായോ? ഒളിഞ്ഞു അവിടെ എൻ്റെ മോതിരമൊക്കെ ഉണ്ട്. അതിനെടുത്ത് തിന്നണ്ടേ. തോട് മതിയായി. കാരണം ഇപ്പോൾ കാവാശിയൊക്കെ കഴിച്ചില്ലേ, അതുകൊണ്ട് എല്ലാവരും കാണട്ടെ നോൺ വെജ് കഴിക്കുന്നത്. എല്ലാവരും കാണട്ടെ കേട്ടോ നോൺ വെജ് കഴിക്കുന്നത്. എല്ലാവരും കാണൂ, എന്നിട്ട് ചീത്ത പറയൂ. നോൺ വെജ് കഴിക്കുക. നോക്കണ വേണ്ട, ആരാ എന്താ പറയണവന് കാതോർത്ത് നോക്കാണ്. എന്താ പറയാ, ഞാൻ കഴിക്കട്ടെ. ഞാൻ കഴിക്കുന്നത് എന്ത് വേണ്ടി പറഞ്ഞു. ഇവിടെയാണ് വിളിച്ചത്. മുട്ട കഴിക്കുന്ന അണ്ണാൻ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടോളൂ, കണ്ടിട്ടില്ലെങ്കിൽ പറഞ്ഞപ്പോ ദേഷ്യം വന്നു. മുട്ടയാണ് നീ കഴിക്കണം, എന്നിട്ട് എൻ്റെ ചെയറിൽ പോയി തുടയ്ക്കുക. നിന്നെ ഞാനിപ്പോൾ സൂപ്പാക്കില്ലേ? സൂപ്പാക്കില്ലേന്ന് ഇവിടെ നോക്കെ സൂപ്പാക്കില്ലേ? അടി വേണ്ട, അടി വേണാന്ന് വേണ അടി പറഞ്ഞാ കേക്കില്ലേ? പറഞ്ഞാ കേക്കോല്ലേ? ഇതാ നോക്കൂ, ചപ്പാത്തി മേക്കർ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. ഇതാ ഇത് വലുതായ കണ്ടാ നല്ലത്. കാണുന്ന തോന്നുന്നു. ശ്വാസം വലിച്ച് ചപ്പാത്തി പരത്തി ചുടുന്നുണ്ട്. ഷേപ്പ് ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, ചപ്പാത്തി മേക്കർ. ഇതാ ചപ്പാത്തി ചുട്ട് വെച്ചിരിക്കുന്ന ചപ്പാത്തി കാണിച്ചല്ലേ? ഇതാ വെളിച്ചം കുറച്ച് കുറവാണ്. നമുക്കിത് പറഞ്ഞ് കൊണ്ടുപോകാം കേട്ടോ. ഇതൊക്കെ എടുത്തു ഞാൻ ഈ ബോക്സൊക്കെ വെളിയിൽ. എന്തായാലും കല്യാണം കഴിഞ്ഞ് പോവാണ്, പിന്നെ ഇപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് കാര്യം? എന്താ ചെക്കനിവിടെ ഇല്ല കേൾക്കാൻ. ഇതിൻ്റെ അടിയിലും ചൂടും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി എന്താണ്? അതാ കരിയണേ. വേഗെടുക്ക്. എന്താണെന്ന് ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷ്? വെറും ചപ്പാത്തിനെ ചുരുട്ടി കഴിക്കില്ലേ? അത് കഴിക്കില്ല. ഉച്ചയ്ക്ക് വെച്ച സാമ്പാറുണ്ട് കേട്ടോ, അത് കൂട്ടി കഴിച്ചോ നീ. ഓ, പറഞ്ഞ പോലെ ഇന്നത്തെ ഞാൻ ഫുഡ് കാണിച്ചു തന്നില്ലല്ലോ. ഞാനും വയ്യായിരുന്നു, ഞാൻ കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് എവിടെയാണ് സാമ്പാർ? എന്ത് സാമ്പാർ? നാളേക്കും ചേർത്ത് വെച്ചിരിക്കുന്നു. ഇന്ന് ഫുഡ് ആരും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അധികം. ഞാനും കഴിച്ചില്ല. ഞാനിന്ന് രാവിലെ 12 മണിക്ക് വെയിലായതുകൊണ്ട് ആരും ഭക്ഷണം കഴിക്കില്ല. അപ്പൊ സാമ്പാർ അങ്ങനെയുണ്ട്. മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ കായ്കറി ഇട്ട തമിഴ്നാട് സാമ്പാർ. പിന്നെ കേരളത്തിലെ കറി വേറെ, തമിഴ്നാട്ടിലെ കറി വേറെ. പിന്നെ ബീൻസ്, ക്യാരറ്റ് കൂടെ തോരൻ. ഇതും തമിഴ്നാട് സ്റ്റൈലാണെന്ന് പറയുന്നില്ല. മുട്ട കുറെ ദിവസം ഞാനത് ഫ്രിഡ്ജിൽ വെക്കണോ ഇന്നലെ തൊട്ട് പറയണം. അവിടെ എടുത്ത് വെക്കണം, കാണാനില്ല. അപ്പോൾ അതവിടെ ആരോ ഡോർ തുറക്കുന്നുണ്ടോ? അപ്പുറത്തെ വീട്ടിലാണ്. അപ്പോൾ അതാ നമ്മളുടെ വൈകുന്നേരം നമ്മളുടെ സ്ട്രീറ്റൊന്ന് ഞാൻ കാണിച്ചേട്ടെ. ഇവിടെ ഫുള്ള തുണിയാണ്. അപ്പുറത്തും കാണില്ല, അപ്പുറത്തും കാണില്ല കേട്ടോ. നേരത്തെ സ്ട്രീറ്റ് കണ്ട എല്ലാവരും അവരവരുടെ വീടിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ സമയം എത്രയാണ്? അത് അങ്ങനെ തന്നെ നല്ലത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണത്. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഒരു 7 മണിയാവണം. എപ്പോഴും അവരൊരു വീട്ടിൽ തന്നെ ഇരിക്കും. നമ്മുടെ വീട്ടിലെ അപ്പാർട്ട്മെൻറ്റിലെ കോലം. അപ്പം അങ്ങനെ ഓട്ടോ വരുന്നുണ്ട്. കിടന്നു വരൂ. നമ്മുടെ അച്ഛൻ അത് അവിടേക്കുള്ളത്.